ബദർ യുദ്ധത്തിന്റെ പരാജയം മറികടക്കാൻ വേണ്ടി ഉഹദിലും ശത്രുക്കൾ യുദ്ധത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ മക്കയുടെ പ്രദേശങ്ങളാണോ? മക്കയിൽ ചെന്നിട്ടാണോ വിശ്വാസികൾ അവരെ അങ്ങോട്ട് ആക്രമിക്കുന്നത്? അല്ല. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്ക്, കിടന്നു കയറിയ സ്ഥലമാകട്ടെ, എല്ലാം മദീനയുടെ അതിർത്തി പ്രദേശങ്ങളാണ്. ബദർ മദീനയിൽ നിന്നും ഏകദേശം ഒരു 100-130 കിലോമീറ്റർ ഒക്കെ അകലെയായിരിക്കും. എന്നാൽ ഉഹദ് 5 കിലോമീറ്റർ അകലെയാണ്. മദീന പട്ടണത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ്. എന്താ അതിന്റെ അർത്ഥം? മക്കയിൽ നിന്നും അത്ര ദൂരം യാത്ര ചെയ്ത് ശത്രുക്കൾ വിശ്വാസി പക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഖന്തക്ക്, അഹ്സാബ് യുദ്ധം നടക്കുന്ന സ്ഥലം മദീനയുടെ കൃത്യ ബോർഡറിലാണ്. അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണ് എന്നതിന്റെ അടയാളമാണിത്. മാത്രമല്ല, ബദറിനേക്കാൾ അടുത്താണ് ഉഹദ്, ഉഹദിനേക്കാൾ അടുത്താണ് ഖന്തക്ക് യുദ്ധം നടന്ന സ്ഥലം. ഇതിന്റെ അർത്ഥം എന്താ? അവർ കൂടുതൽ ദേഷ്യത്തോടു കൂടി വിശ്വാസികളെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ വിശ്വാസി പക്ഷം അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് ഈ സ്ഥലങ്ങളുടെ ദൂരം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പൊരുൾ. അങ്ങനെ ഉഹദ് യുദ്ധം നടക്കുകയായി. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചില പ്രവചനങ്ങളുണ്ട്. ഓഫ് കോഴ്സ് യുദ്ധത്തിന്റെ സമയത്ത് അതിന്റെ തന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പുണ്യനബിയാണ്. അങ്ങനെ അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 ആളുകളെ ഒരു കുന്നിന് മുകളിൽ റസൂൽ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിൽക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ ഉത്തരവാദിത്വവും നേതൃത്വവും നൽകുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിന്റെ റളിയല്ലാഹു അൻഹു കീഴിൽ 50 പേരെ അവിടെ ഏൽപ്പിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെടുന്നത് കണ്ടാലും, പക്ഷികൾ വന്ന് ഞങ്ങളുടെ തലകൾ കൊത്തിവലിക്കുന്നത് കണ്ടാലും, എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും രക്തസാക്ഷികളാകുന്നത് കണ്ടാലും നിങ്ങൾ എന്റെ അനുവാദം കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങരുത്. യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുന്നത് കണ്ടാലും എന്റെ അനുവാദം കിട്ടാതെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അർത്ഥം? യുദ്ധത്തിൽ നാം വിജയിക്കുന്നത് കണ്ടാൽ, ശത്രുപക്ഷം പരാജയപ്പെടുന്നത് കണ്ടാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത്. ശത്രുപക്ഷം പരാജയപ്പെട്ടാൽ പിന്നെ ഇറങ്ങിയാൽ എന്താ? അതിലെ എല്ലാവരും ചിന്തിക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത്, എന്റെ അനുവാദം കിട്ടാതെ ഇറങ്ങരുത്. കാരണം ആദ്യഘട്ടത്തിൽ അവർ പരാജയപ്പെട്ടാലും വീണ്ടും അവർ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് ഉണ്ടാവുകയുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് എന്നത് നമുക്ക് മനസ്സിലാകുന്നത് പിന്നീടാണ്. അങ്ങനെ ഉഹദ് യുദ്ധം നടന്നു. ആദ്യഘട്ടത്തിൽ വിശ്വാസികൾ വിജയിച്ചു, ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. അപ്പോൾ ശത്രുക്കൾ ഇട്ടേച്ചു പോയ യുദ്ധ മുതലുകൾ വിശ്വാസികൾ സമാഹരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ മലയുടെ മുകളിൽ, കുന്നിന് മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ നിർത്തി അമ്പെയ്ത്തുകാർ അത് സമാഹരിക്കാൻ വേണ്ടി, അതിൽ പങ്കുകിട്ടാൻ വേണ്ടി പെട്ടെന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പൊ അവരോട് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? തങ്ങൾ അനുവാദം തന്നാലല്ലാതെ ഇറങ്ങരുത് എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? പക്ഷെ അവർ അത് മറന്നുപോയി. യുദ്ധത്തിന്റെ വിജയത്തിന്റെ ആഹ്ലാദത്തിൽ അവരത് മറന്നുപോയി. അവരതിന് ഗൗനിച്ചില്ല. അവർ താഴെ ഇറങ്ങി. ഈ തക്കം നോക്കി ഖാലിദ് ഇബ്നു വലീദ് അന്ന് ശത്രുപക്ഷത്താണ്, പിന്നീട് ഇസ്ലാമിന്റെ പടവാളായി മാറി, അള്ളാഹുവിന്റെ വാളായി മാറി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആളുകളെ കൂട്ടി ആ കുന്നിന്റെ പുറകോശത്തോടു കൂടി വന്ന് വിശ്വാസി പക്ഷത്തെ വലയം ചെയ്തു. ഇപ്പോൾ മുമ്പിലും പിൻപിലും ശത്രുക്കളാണ്. അതോടെ വല്ലാത്ത അവസ്ഥയായി. എന്നാൽ ഈ കുന്നിന് മുകളിൽ അമ്പെയ്ത്തുകാർ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് അത് കൂടെ കടന്നു വരാൻ കഴിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൽപ്പന നിരസിച്ചതിന്റെ പേരിൽ ഒരുപാട് വിശ്വാസികൾ മരണപ്പെട്ടു. 70 വിശ്വാസികൾ കൊല ചെയ്യപ്പെട്ടു. ബദറിൽ എത്ര പേരാണ് ശത്രുപക്ഷത്ത് കൊല ചെയ്യപ്പെട്ടത്, അത്രയും പേർ വിശ്വാസി പക്ഷത്ത് രക്തസാക്ഷികളാക്കപ്പെട്ടു. അങ്ങനെയാണ് ആ യുദ്ധം പിന്നെ പരിസമാപ്തിയിൽ എത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ പൊട്ടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി വധിക്കപ്പെട്ടു എന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോ 11 പേരൊഴികെ ബാക്കിയുള്ളവർക്ക് പിന്തിരിഞ്ഞോടി എന്നും നമ്മൾ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധം ആദ്യത്തിൽ ഒരു വിജയമായിരുന്നുവെങ്കിലും പിന്നീട് അത് അവസാനിക്കുമ്പോഴേക്കും ഒരു പരാജയം പോലെയായി മാറുന്നതാണ് ചരിത്രം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ അനുയായികൾ, ഏൽപ്പിക്കപ്പെട്ട അമ്പെയ്ത്തുകാർ അനുസരിക്കാത്തത് കൊണ്ട്. അവിടുത്തെ പ്രവചനം എത്ര കൃത്യമാണ്! ഞങ്ങൾ വിജയിക്കുന്നത് കണ്ടാലും, ആദ്യഘട്ടത്തിൽ ശത്രുക്കൾ പരാജയപ്പെടുന്നത് കണ്ടാലും നിങ്ങൾ ഇറങ്ങരുത്, കാരണം യുദ്ധം അതോടെ തീർന്നിട്ടില്ല, ഇനിയും ഒരു യുദ്ധ സാധ്യതയുണ്ട് എന്ന് പുണ്യനബി പ്രവചിക്കുന്നു. അതുപോലെ പുലരുന്നു. ഇത് സഹാബത്ത് കാണുന്നു, ബോധ്യപ്പെടുന്നു. അങ്ങനെ ഉഹദ് യുദ്ധം കഴിഞ്ഞു. വിശ്വാസികളുടെ ജനാസ സംസ്കാരം ഒക്കെ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഒരു പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണത്തിൽ പറയുന്ന കാര്യം ഇതാണ്: എനിക്ക് ശേഷം, എൻ്റെ കാലശേഷം ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുകയില്ല. ഈ മണ്ണിൽ ഒരിക്കലും ഇനി ശിർക്ക് ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് ഞാൻ ഭയക്കുന്നത് നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുമെന്നതിലല്ല, മറിച്ച് ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കും എന്നതിലാണ് ഞാൻ ഭയക്കുന്നത്, എനിക്ക് ആശങ്കയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാമിക സമൂഹം, അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്ത് മധ്യേഷ്യയിൽ അനേകമുണ്ട്. ഒരിടത്ത് പോലും അള്ളാഹുവിനെ പങ്കുചേർക്കുന്ന ഇടപാടുകൾ നമ്മൾ കാണുന്നില്ല. വിശ്വാസികൾ, മുസ്ലിങ്ങൾ ഒരിക്കലും ശിർക്കിലേക്ക് അധപ്പതിച്ചു പോയിട്ടില്ല. മുൻകാല പ്രവാചകന്മാരുടെ സമുദായങ്ങൾ അവരുടെ ഏകദൈവ വിശ്വാസം എന്ന സന്ദേശത്തിൽ നിന്നും വ്യതിചലിച്ച് ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് നബിയുടെ സമുദായം പോയിട്ടില്ല. കാരണം റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ കാലശേഷം നിങ്ങൾ ഇനി ശിർക്കിലേക്ക് മടങ്ങുമെന്ന് എനിക്ക് ഭയമില്ല. അതൊരിക്കലും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ പരസ്പരം ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി മത്സരിക്കും. അത് എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നാം കാണുന്നുണ്ടല്ലോ, അറബ് രാജ്യങ്ങൾ തമ്മിൽ ഗൾഫ് യുദ്ധം നടന്നത്, മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. ഇനി ഏറ്റുമുട്ടൽ അല്ലെങ്കിലും അവർ തമ്മിലുള്ള ആന്തരിക മത്സര്യം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് നടത്തിയ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവചനങ്ങൾ നാം ഇങ്ങനെ പുലർന്നു വരുന്നത് കാണുമ്പോൾ എങ്ങനെ ഈമാൻ വർദ്ധിക്കാതിരിക്കും? ഇത് അള്ളാഹുവിന്റെ റസൂൽ തന്നെയെന്ന് ഹൃദയം മന്ത്രിക്കാതിരിക്കും?